ഹായ് ഫ്രണ്ട്സ്, L1 ഇൻ്റർഫിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് ഏതൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും സൈലൻറ്റ് ലെറ്റേഴ്സ് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ 60% കൂടുതൽ സൈലൻറ്റ് ലെറ്റേഴ്സ് ഉള്ള വേർഡ്സ് ഉണ്ട്. അതായത് പകുതിയിലേറെ സൈലൻറ്റ് ലെറ്റേഴ്സ് ഉള്ള വേർഡ്സ് ആണുള്ളത്. എഴുതുമ്പോൾ എല്ലാ ലെറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നു, പക്ഷെ അത് വായിക്കുമ്പോൾ ചില ലെറ്റേഴ്സ് സൈലൻ്റ് ആയി പോകുന്നു. ആ ലെറ്ററിന് സൗണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ലെറ്റേഴ്സിനെ സൈലൻറ്റ് ലെറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. കുറച്ച് സൈലൻറ്റ് വേർഡ്സൊക്കെ നമുക്കറിയാം, പക്ഷേ എല്ലാ വേർഡ്സും നമുക്കറിയില്ല. മലയാളത്തിൽ എല്ലാ അക്ഷരങ്ങളും നമ്മൾ ഉച്ചരിക്കാറുണ്ട്. ആ ഒരു ടെൻഡൻസി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമുക്ക് വരുന്നുണ്ട്. ഇതാണ് L1 ഇൻ്റർഫിയറൻസ്. ഇനി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സൈലൻറ്റ് ലെറ്റേഴ്സും വേർഡ്സും ഏതൊക്കെയെന്ന് നോക്കാം. സൈലൻറ്റ് ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ട്രിക്സും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ കീപ് വാച്ചിങ്. ഈ കാണുന്ന വേർഡ്സിലൊക്കെ ലെറ്റർ കെ സൈലൻ്റ് ആണ്. നാക്ക്, നോക്ക്, നോളജ്, നോട്ട്. ലെറ്റർ എന്നിൻ്റെ ഫ്രണ്ടിൽ കെ വരുമ്പോൾ കെ ഉച്ചരിക്കില്ല. കെ ഈസ് സൈലൻ്റ്. നെക്സ്റ്റ് ദ സൈലൻ്റ് ബി. ഇതിൽ ഫസ്റ്റ് വേർഡ് നമ്മൾ എങ്ങനെ ഉച്ചരിക്കാറ്? ബോംബ് അല്ലേ? ബോംബ് എന്ന് പറയാറുണ്ട്. റോങ് പ്രൊനൗൺസിയേഷൻ. ബി സൈലൻ്റ് ആണ്. ബോം. ദാറ്റ്സ് ഓൾ. ബോം. ലെറ്റർ എമ്മിന് ശേഷം ലെറ്റർ ബി വന്നാൽ ബി എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത വേർഡ് നോക്കിയേ. കോം, ക്രം, ക്രമ്മി. ലെറ്റർ ടീൻ്റെ ഫ്രണ്ടിൽ ലെറ്റർ ബി വന്നാലും ബി സൈലൻ്റ് ആയിരിക്കും. ലുക്ക് അറ്റ് ദീസ് വേർഡ്സ്. സട്ടിൽ, debt, doubt. Next letter P. First word co. ഈ വേർഡിൽ പി മാത്രമല്ല എസും സൈലൻ്റ് ആണ്. co. Then coo, cupboard, receipt. ഇനി H സൈലൻ്റ് ആയിട്ടുള്ള വേർഡ്സ്. our, honor, honest, annihilate, our, honest. ഈ വേർഡ്സൊക്കെ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ നമ്മൾ എച്ച് ഉച്ചരിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ എച്ച് സൈലൻ്റ് ആക്കി പ്രൊനൗൺസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? നൗ ലെറ്റർ ജി. പോയിന്യൻറ്റ്, വിനിയറ്റ്. ഈ വേർഡ്സിലൊക്കെ ജി നമുക്ക് ഉച്ചരിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ? പക്ഷെ അറിഞ്ഞിരിക്കുക ജി ഈസ് സൈലൻറ്റ്. ഇനി ലെറ്റർ ആർ സൈലൻ്റ് ആയിട്ടുള്ള വേർഡ്സ്. ഇതൊക്കെ നമുക്ക് കുറച്ച് അറിയുന്ന വേർഡ്സ് ആണ്. ലുക്ക്, ബേർഡ്, ഫോക്ക്, കാറ്റ്, വെയർ, അയൺ, സ്റ്റാർട്ട്, പാർക്ക്, ഡാർക്ക്, വർക്ക്. നോക്കൂ, സ്റ്റാർട്ടല്ല, പാർക്കല്ല, ഡാർക്കല്ല, വർക്കല്ല. സ്റ്റാർട്ട്, പാർക്ക്, ഡാർക്ക്, work. Now letter T is silent in words like ballet, christen, chrysanthemum, christening, gourmet, mortgage. ഇനി ലെറ്റർ ഡി നോക്കാം. adjourn, adjudge, adjudicate. ലെറ്റർ ഡിൻ്റെ കൂടെ ജി വന്നാൽ ജ എന്നുള്ളൊരു സൗണ്ടാണ് ഫോം ചെയ്യുന്നത്. ഡ പ്ലസ് ജി, ജ എന്നുള്ള സൗണ്ട് വന്ന് ഡ എന്നുള്ള സൗണ്ട് ഇല്ലാതാവുന്നു. ഡി സൈലൻ്റ് ആവുന്നു. ആസ് ഇൻ വേർഡ്സ് ലൈക്ക് ബാച്ച്, ബാജർ, ബ്രിഡ്ജ്, ബ്രിഡ്ജഡ്, ബച്ച്, ബജറ്റ്, കജൽ, ഡാച്ച്, ഡ്രഡ്ജ്. എൽ സൈലൻ്റ് ആയിട്ടുള്ള വേർഡ്സൊക്കെ നമ്മൾ എൽ ഉച്ചരിക്കാതെ തന്നെയാണ് പറയാറ് അല്ലേ? കുഡ്, ടോക്ക്, ഹാഫ്, ഷുഡ്, യോക്ക്, സാമൻ. സാമൻ ചിലപ്പോൾ സാൽമൻ എന്ന് പറയാറുണ്ടായിരിക്കും അല്ലേ? സാൽമൻ അല്ല, സാമൻ, സാമൻ. ആൻഡ് ഫൈനലി നമ്മുടെ ഫസ്റ്റ് ലെറ്ററായ എ. എ ചില വേർഡ്സിൽ സൈലൻ്റ് ആണ്. നോക്കാം. റൊമാൻറ്റിക്കലി, മ്യൂസിക്കലി, ലോജിക്കലി. ALLY ഈ സ്പെല്ലിങ്ങിൽ അവസാനിക്കുമ്പോൾ എ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. നമ്മൾ റൊമാൻറ്റിക്കലി,
മ്യൂസിക്കലി, ലോജിക്കലി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ലേ? അങ്ങനെയല്ല. ഇനി നമുക്ക് മ്യൂസിക്കലി, ലോജിക്കലി, റൊമാൻറ്റിക്കലി ഇങ്ങനെയൊക്കെ പറയാം. സൈലന്റ് ലെറ്റേഴ്സൊക്കെ സൈലന്റ് ആക്കി വെച്ച് തന്നെ നമുക്കിനി ഇംഗ്ലീഷ് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്. സീ യു സൂൺ.